السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل. إن الله نعم ما يعظكم. إن الله كان سميعا عليما. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിനെ നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുകയാണ്. ഇസ്ലാം മനുഷ്യന്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുന്ന ബൃഹത്തായ ഒരു പ്രത്യയശാസ്ത്രമാണ്. വിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ. എങ്ങനെയായിരിക്കണം മനുഷ്യൻ കച്ചവടം ചെയ്യേണ്ടുന്നത്, എങ്ങനെയായിരിക്കണം മനുഷ്യൻ സാമ്പത്തിക ഇടപാട് നടത്തേണ്ടുന്നത്, അതിൽ വളരെ കൂടുതൽ മർമ്മപ്രധാനമായ ഒരു സാമ്പത്തിക ഇടപാടാണ് കടം. കടം എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടുന്നത്, അതിനെ എങ്ങനെയാണ് വീടേണ്ടുന്നത് എന്ന് കൃത്യമായ നിർദ്ദേശം വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ കാണാൻ കഴിയും. കടം കൊടുക്കൽ പ്രശംസനീയമായ കാര്യമാണ്, ഉയർന്ന ഇബാദത്തുമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇമാമിൻ മുസ്ലിമിൻ യുഖരിദു മുസ്ലിമൻ ഖർദൻ മർറതൈൻ ഇല്ലാ കാന കസദഖതിഹാ മർറ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും ഒരു മുസ്ലിമിന് കടം കൊടുത്താൽ 2 വട്ടം, ഒരു വട്ടം അയാൾ ദാനധർമ്മം ചെയ്യുന്നത് പോലെയാണ്. ഉദാഹരണമായി ഒരു മുസ്ലിമിന് ആവശ്യത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഒരു പ്രാവശ്യം കൊടുത്തു. 2ാം വട്ടവും അദ്ദേഹം ആവശ്യം ഉന്നയിച്ചപ്പോൾ 2ാമതും 1 ലക്ഷം കൊടുത്തു എങ്കിൽ ഈ കൊടുത്ത മനുഷ്യൻ വാങ്ങിയവൻ 1 ലക്ഷം രൂപ ദാനധർമ്മം ചെയ്തതിന്റെ കൂലിയാണ്.
കടം കൊടുക്കുന്നയാൾക്ക് വളരെ കൂടുതൽ ശ്രേഷ്ഠതയും മഹത്വവും ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. കാരണം മനുഷ്യന്റെ പ്രകൃതിയാണ് അവന് കിട്ടിയ സമ്പത്ത് അവന്റെ കയ്യിൽ തന്നെ നിൽക്കണം, മറ്റാർക്കും കടം കൊടുക്കാൻ പാടില്ല. ഇത് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകൃതിദത്തമായി സന്നിവേശിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, കടം കൊടുക്കുന്നവൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, കടം വാങ്ങിയാണ് എന്തെങ്കിലും കാരണം ബോധിപ്പിച്ചുകൊണ്ട് സാവകാശം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് സാവകാശം ചെയ്തു കൊടുക്കണം. ഇത് കടം കൊടുത്തയാൾ പാലിക്കേണ്ടുന്ന ബാധ്യതയാണ് ഈ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുസ്ലിം ശരീഫിന്റെ റിവായത്താണ്, മൻ അള്ളറ സാഹിബ മുഅ്സിരി ഔ വദഅ അൻഹു അദല്ലഹു അല്ലാഹു ഫീ ദില്ലിഹി. ഏതെങ്കിലും ഒരു മനുഷ്യൻ പാവപ്പെട്ടവന് കടം കൊടുത്തു, അവന് തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് സാവകാശം നൽകി, അല്ലെങ്കിൽ ആ സമ്പത്തിനെ അങ്ങനെ തന്നെ വിട്ടുവീഴ്ച ചെയ്തു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അദല്ലഹു അല്ലാഹു ഫീ ദില്ലിഹി. അല്ലാഹു നാളെ അർശിന്റെ തണലിൽ അവന് മഹ്ശറ മൈതാനിയിൽ വിരാജിക്കാനുള്ള അവസരം നൽകുന്നതാണ്. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ കാണാൻ പറ്റും, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, തലഖത്തിൽ മലായികത്തു റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും. മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ആത്മാവിനെ റൂഹുകൾ പിടികൂടി, മലക്കുകൾ പിടികൂടി. അയാൾ മരണപ്പെട്ടതിന് ശേഷം ഫഖാലത്തിൽ മലായികത്തു മാദാ അമിൽത ശൈഅൻ. ആ മനുഷ്യനോട് ചോദിച്ചു, നീ എന്ത് നന്മയാ പ്രവർത്തിച്ചത്? ആ മനുഷ്യൻ പറയുകയുണ്ടായി, ഇന്നി കുന്തു ഉംദിറുൽ മൂസിറ വഅതജാവസുൽ മുഅ്സിറ. ഞാൻ ധാരാളം മനുഷ്യർക്ക് കടം കൊടുക്കുമായിരുന്നു, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. സമ്പന്നരായ ആൾക്കാർക്ക് കടം കൊടുത്ത് അവർ എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ സാവകാശം ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് സാവകാശം നൽകുമായിരുന്നു. പാവപ്പെട്ടവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം അവർക്ക് മടക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് വിടുതി നൽകുമായിരുന്നു, വിട്ടുവീഴ്ച നൽകുമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന സമ്പത്ത് ദാനമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയുണ്ടായി, തജാവസു അൻഹു. അദ്ദേഹം പാവങ്ങളായ മനുഷ്യർക്ക് കടത്തിൽ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ആ സമ്പന്നനായ മനുഷ്യന്റെ പാപങ്ങൾ നിങ്ങൾ പുറത്തു കൊടുക്കുക. സാവകാശം ചെയ്തു കൊടുക്കുന്നതിന്റെ പേരിൽ സമ്പത്ത് മടക്കി കൊടുക്കാൻ കഴിവില്ലാത്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ പേരിൽ അല്ലാഹു നാളെ നമ്മുടെ പാപങ്ങളും വിട്ടുവീഴ്ച ചെയ്യും, മാപ്പാക്കി തരും. കടം കൊടുക്കുന്ന ആൾക്കാർ പാലിക്കേണ്ടുന്ന നിയമങ്ങളാണ് ഈ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ആയത്തായി കടത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇദാ തദായൻതും ബിദൈനിൻ ഫൽയക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ. നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ, നിങ്ങൾ ആരുമായെങ്കിലും കടമിടപാട് നടത്തി കഴിഞ്ഞാൽ അതിനെ എഴുതി വെക്കണം. രണ്ട് സാക്ഷികളും ഉണ്ടായിരിക്കണം. കുറഞ്ഞ കടമാകട്ടെ കൂടിയ കടമാകട്ടെ. കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ക്രയവിക്രമായതുകൊണ്ട് മനുഷ്യന്റെ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു കടമിടപാട് നടത്തുമ്പോൾ എഴുതി വെക്കണം, രണ്ട് സാക്ഷികളെ നിർത്തണം എന്നൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത്.
കടം കൊടുക്കുന്ന മനുഷ്യന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കടം കൊടുക്കുന്ന ആവശ്യമുള്ളവർ. രണ്ടാമതായി സാവകാശം ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അവർക്ക് സാവകാശം ചെയ്തു കൊടുക്കുക. മൂന്നാമതായി ആ കടമിടപാട് എഴുതി വെക്കുക, രണ്ട് സാക്ഷികളെയും നിർത്തുക. എന്നാൽ വിശുദ്ധ ഇസ്ലാം കടം വാങ്ങുന്നയാൾക്കാണ് കൂടുതൽ ബാധ്യത നിശ്ചയിച്ചിരിക്കുന്നത്. കടം കൊടുക്കുന്നയാള് അയാള് സാവകാശം നൽകണം, അയാൾ എഴുതി വെക്കണം. ഇതൊക്കെ പ്രവാചകന്റെ നിർദ്ദേശമാണ്, വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശവുമാണ്. ഇത് നിന്നിൽ നിന്ന് കടം വാങ്ങുന്നയാള് കടം കൊടുത്തു വീടാൻ സാധ്യമല്ലാതെ സാമ്പത്തികമായി ഇടുക്കം സംഭവിച്ചു പോയാൽ, സാമ്പത്തിക ഞെരുക്കം ബാധിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് കഴിയുന്ന ഒരു സമയം വരെയും നിങ്ങൾ സാവകാശം നൽകണം. നിങ്ങൾ അയാൾക്ക് ആ സമ്പത്തിനെ ദാനമായി നൽകുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായത്. നിങ്ങൾ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നവരാണെങ്കിൽ. കടം വാങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പരമാവധി കടം വാങ്ങാതിരിക്കുക ചെയ്യേണ്ടത്. മരണാസന്നനായി കിടക്കുമ്പോൾ മകൻ 3 ഉപദേശം നൽകി. അതിലാദ്യമായി നൽകിയ ഉപദേശം, നീ ആരിൽ നിന്നും കടം വാങ്ങരുത്. രണ്ടാമത് നൽകിയ നിർദ്ദേശം, നീ പഥ്യവുമായി ജോലിയാകരുത്. നിന്റെ ഹൃദയത്തെ ഖുർആനിൽ നിന്ന് അത് ജോലിയാക്കി കളയുക. മൂന്നാമത് നൽകിയ നിർദ്ദേശം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ഉറപ്പുള്ളവരിൽ നിന്ന് മാത്രം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. പരമാവധി നമ്മൾ കടം വാങ്ങാതിരിക്കുക. ബുഖാരി ശരീഫിന്റെ റിവായത്താണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഫി സ്വലാത്തി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവിന്റെ പ്രവാചകൻ 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ ദുആയിരക്കുമായിരുന്നു, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, നിന്നോട് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. ഫഖാല ഖായിലുൻ യാ റസൂലല്ലാഹ് മാ അക്തറ മാ തസ്തഈദു മിനൽ മഗ്റം. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഈ എല്ലാ നമസ്കാരത്തിന് ശേഷം കൂടുതലായി എന്തുകൊണ്ടാണ് കടത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഇന്ന റജുല ഇദാ കാന ഗരീമൻ യുഹദ്ദിസു ഫയക്ദിബു വയഉഇദു ഫയുഖ്ലിഫു. തീർച്ചയായും ഒരു മനുഷ്യൻ കടക്കാരനായി കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കും, കളവ് പറയേണ്ടി വരും. ആരോടെങ്കിലും വാഗ്ദാനം ചെയ്യും, വാഗ്ദാന ലംഘനം വരുത്തേണ്ടി വരും. കാരണം കൂടുതൽ കടമായി കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന സമയത്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കടം മടക്കി കൊടുക്കാൻ സാധ്യമാകില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായി അല്ലാഹുവിനോട് കടത്തിൽ നിന്ന് കാവൽ തേടുന്നത്. കടം കൊടുക്കേണ്ടുന്നയാൾ ചെയ്യേണ്ടുന്ന, കടം വാങ്ങിയയാൾ ചെയ്യേണ്ടുന്ന കാര്യം, കടം ഏത് രൂപയിലെയും മടക്കി കൊടുക്കണം. ഒരിക്കലും തന്റെ ബാധ്യതയായി അവശേഷിക്കുന്ന അവസ്ഥയിൽ മരണം സംഭവിക്കരുത്. ബുഖാരി ശരീഫിന്റെ റിവായത്താണ്. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ജനാസ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലു അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഈ ജനാസയ്ക്ക് നമസ്കാരം നിർവഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ കൂടുതൽ ജനാസ നമസ്കാരം നിർവഹിക്കാൻ തയ്യാറായില്ല. നബി തങ്ങൾ ചോദിച്ചു, ഹൽ തറക ദൈനൻ, അദ്ദേഹം കടം വിട്ടിട്ടാണോ പോയത്?
വന്നവര് പറഞ്ഞു അദ്ദേഹത്തിന് കടമൊന്നുമില്ല. ഫസല്ല അലൈഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ വന്നയാളുടെ ജനാസ നമസ്കാരം നിർവഹിച്ചു. രണ്ടാമതൊരു ജനാസ വന്നു. സഹാബിമാർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് സല്ലി അലൈഹി, അല്ലാഹുവിന്റെ പ്രവാചകനെ ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് നിങ്ങൾ നേതൃത്വം നൽകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും ചോദിച്ചു, ഹൽ തറക ശൈഅൻ, അദ്ദേഹം ദുനിയാവിൽ എന്തെങ്കിലും വിട്ടിട്ടാണോ പോയത്? സഹാബിമാർ പറഞ്ഞു, സലാസത ദീനാർ, 3 ദീനാർ ദുനിയാവിൽ വിട്ടിട്ടാ മൂപ്പര് യാത്രയായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, ഹൽ അലൈഹി ദൈനുൻ, അദ്ദേഹത്തിന് ആർക്കെങ്കിലും കടം കൊടുക്കാറുണ്ടോ? സഹാബിമാർ പറയുകയുണ്ടായി, സലാസത ദീനാർ, 3 ദീനാർ കടം കൊടുക്കാറുണ്ട്. ആ കടം വീടാനുള്ള സമ്പത്ത് അയാൾ വിട്ടിട്ടാണ് പോയിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മനസ്സിലാക്കിയപ്പോ ഫസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി, നബി തങ്ങൾ ആ ജനാസയുടെ മേൽ നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. മൂന്നാമതൊരു ജനാസ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബിമാർ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലി അലൈഹി, അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ ജനാസയ്ക്ക് അങ്ങ് ഇമാമായി ജനാസ നമസ്കാരം നിർവഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, ഹൽ തറക ശൈഅൻ, എന്തെങ്കിലും വിട്ടിട്ടാണോ ദുനിയാവിൽ നിന്ന് യാത്രയായിരിക്കുന്നത്? സഹാബിമാര് പറഞ്ഞു, ദുനിയാവിൽ ഒന്നും വിട്ടിട്ടല്ല മൂപ്പര് യാത്രയായിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത ചോദ്യം, ഹൽ അലൈഹി ദൈനുൻ, അദ്ദേഹത്തിന് കടം കൊടുക്കാറുണ്ടോ? അദ്ദേഹം ആർക്കെങ്കിലും കടം കൊടുത്തു വീടാനായിട്ടുണ്ടോ? സഹാബിമാര് പറയുകയുണ്ടായി, സലാസത ദീനാർ, 3 ദീനാർ മൂപ്പർക്ക് കടം കൊടുക്കാറുണ്ട്. മൂപ്പര് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയ 3 ദീനാർ കടമായി കൊടുത്തു വീടാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരോട് പറയുകയുണ്ടായി, സല്ലു അലൈഹി, ഞാൻ നിസ്കരിക്കത്തില്ല, നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നമസ്കരിച്ചു കൊടുക്കുക. സഹാബാക്കൾക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് കടം വീട്ടാനുള്ള പോംവഴിയില്ലാതെയാണ് മത്സരിക്കുന്നത്. കടം അദ്ദേഹത്തിന്റെ മേൽ ബാധ്യതയായതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജനാസ നമസ്കരിക്കാൻ തയ്യാറാകാത്തതാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, ഒരു സഹാബിയാണ്, മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, സല്ലി അലൈഹി വഅലയ്യ ദൈനു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഇയാളുടെ മേൽ ജനാസ നമസ്കരിച്ചു കൊള്ളുക, അദ്ദേഹത്തിന്റെ കടം വീടുന്ന ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സഹാബി അദ്ദേഹത്തിന്റെ കടം വീടുന്ന ചുമതല ഏറ്റെടുത്തപ്പോ ഫസല്ല അലൈഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ മേൽ ജനാസ നമസ്കാരം നിർവഹിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലാഹുവിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രതീകമാണ്. പ്രവാചകന്റെ സമുദായത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്നിട്ട് കൂടി കടം ബാധ്യതയായി വന്ന ജനാസയുടെ മേൽ നബി തങ്ങൾ നമസ്കാരം നിർവഹിക്കാൻ തയ്യാറായി. കടം അത്രയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കടം അവശേഷിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും മരണം സംഭവിക്കാൻ പാടില്ല. ഇമാം ബുഖാരി അലൈഹി റഹ്മ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്, ബാബു അദാഇ ദുയൂൻ, കടം വീടുന്നതിനെ കുറിച്ചുള്ള അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി അലൈഹി റഹ്മ കൊണ്ടുവരുന്ന ആയത്ത് തന്നെ, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعما يعظكم إن الله كان سميعا عليما إن الله يأمركم തീർച്ചയായും അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തിനെ അതിന്റെ അവകാശികളിലേക്ക് നിങ്ങൾ വീഴണം. വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നവരായാൽ നീതിയോടെ ആ പ്രശ്നത്തെ നിങ്ങൾ സമീപിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅദുകും ബി, അല്ലാഹു എത്രയോ നല്ല ഉപദേശമാണ് നൽകുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ അലീം,
അലീമാ. നിശ്ചയം അല്ലാഹു എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. കടം കൊടുക്കേണ്ടുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്താണ്. കടം വാങ്ങിയവൻ കടം കൊടുത്തവന് കൃത്യമായി ആ സമ്പത്തിന് കൊടുത്തു വീഴണം എന്നാ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കടം വാങ്ങുമ്പോൾ തന്നെ കൃത്യമായി കൊടുത്തു വീഴണം എന്ന ചിന്തയുണ്ടാകണം. ബുഖാരി ശരീഫിന്റെ റിവായത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു. ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് സമ്പത്ത് വാങ്ങുമ്പോൾ അത് കൊടുക്കണം എന്ന നിയ്യത്തോടു കൂടിയാണ് വാങ്ങുന്നത് എങ്കിൽ അല്ലാഹു അയാളുടെ കടം കൃത്യസമയത്ത് തന്നെ വീഴും. ഇനി ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് വാങ്ങുന്നത് ആ സമ്പത്തിനെ നഷ്ടപ്പെടുത്തി കളയണം എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ അല്ലാഹു ആ സമ്പത്തിനെ നഷ്ടപ്പെടുത്തി കളയും. അയാൾക്ക് ആ സമ്പത്ത് കടം കൊടുത്തു വീഴാൻ കഴിയാത്ത അവസ്ഥയിൽ ധാരണമായി തരം താഴ്ന്നു പോകും. ബുഖാരി അലൈഹി വസല്ലം പല സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ച ഒരു ചരിത്ര സംഭവം കൊണ്ടുവരുന്നുണ്ട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം സാലിഹായിരുന്നു, ആബിദായിരുന്നു. സാമ്പത്തികമായ ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രദേശത്തുള്ള ആൾക്കാരുടെ അടുക്കലൊന്നും സമ്പത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹം സമുദ്രമാർഗം യാത്ര ചെയ്ത് മറ്റൊരു പ്രദേശയിലെത്തി. അവിടെ ഒരു സമ്പന്നനായ മനുഷ്യനെ കണ്ടപ്പോൾ, എനിക്ക് നിങ്ങൾ കടം നൽകണം 1000 സ്വർണ്ണ നാണയം. ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ വൈദേശികനാണ്, നിങ്ങൾ എന്നിൽ നിന്ന് കടം വാങ്ങിയതിന് ഒരു ഷാഹിദ്, ഒരു സാക്ഷി വേണം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ അടുക്കൽ സാക്ഷിയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. കഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹു സാക്ഷിയായി മതിയായവനാണ്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് കടം വാങ്ങിയതിന് ആരെങ്കിലും ജാമ്യം നിൽക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, കഫാ ബില്ലാഹി വക്കീല, അല്ലാഹു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനും ജാമ്യം നിൽക്കാനും ഏറ്റവും അർഹൻ. അതുകൊണ്ട് അല്ലാഹുവിനെ ഞാൻ ജാമ്യക്കാരനാക്കിയിരിക്കുകയാണ്. ഈ മനുഷ്യൻ 1000 ദീനാർ സ്വർണ്ണ നാണയം അദ്ദേഹത്തിന് കടം നൽകി. കടം വാങ്ങിയപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയി. കടത്തിന്റെ അവധി എത്തിയപ്പോൾ അദ്ദേഹം സമ്പത്തുമായി പുറപ്പെട്ടു. സമുദ്രമാർഗം യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു വൃക്ഷത്തിന്റെ തടി ചെറുതായി മുറിച്ച് അതിനെ 2ആയി കീറി 1000 സ്വർണ്ണ ദീനാർ അതിന്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ടൊരു കത്തെടുത്ത് എഴുതുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് കടം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സമയത്ത് തന്നെ കടം വീട്ടാൻ വേണ്ടി സമ്പത്തുമായി പുറപ്പെട്ടു. പക്ഷേ വാഹനമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ തടിക്കഷണത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ 1000 ദീനാർ വെച്ചിരിക്കുകയാണ്. ആ കത്തതിന്റെ ഉള്ളിലാക്കി ആ തടിക്കഷണത്തിന് നന്നായി ബന്ധിച്ചു. വെള്ളം കയറാത്ത രൂപത്തിൽ അതിന് സജ്ജീകരണങ്ങൾ ഒരുക്കി. എന്നിട്ട് സമുദ്രത്തിന്റെ കരയിൽ വന്നതുകൊണ്ട്, അല്ലാഹുവേ, എനിക്ക് ആവശ്യം വന്നപ്പോൾ ഒരാൾ കടം നൽകി. അയാൾ ഷാഹിദിനെ ആവശ്യപ്പെട്ടപ്പോൾ നിന്നെ ഞാൻ ഷാഹിദാക്കി. അയാൾ കഫീലിനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാനാണ് നിന്നെ കഫീലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്പത്തിനെ കൃത്യമായി അദ്ദേഹത്തിന്റെ കരങ്ങളിൽ തന്നെ നീ എത്തിക്കണമേ. ഇത് പറഞ്ഞുകൊണ്ട് ആ തടിക്കഷണം സമുദ്രത്തിലേക്ക് കടം കൊടുത്തയാൾ സമയമായപ്പോൾ അല്ലാഹുവിന്റെ മേൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ കടം വാങ്ങിയത്. കൃത്യമായി അദ്ദേഹം കടം വീടും എന്ന ബോധ്യത്തോടു കൂടി സമുദ്ര തീരത്തു വന്നു. വാഹനങ്ങളൊന്നും കാണാനില്ല. ഒരു തടിക്കഷണം കിട്ടി. വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്ക് തീയടിക്കാൻ കൊടുക്കാമെന്ന ചിന്തയോടുകൂടി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ അതിൽ 1000 സ്വർണ്ണ നാണയം. അതിലൊരു കത്തുണ്ട്, നിങ്ങൾക്ക് കിട്ടാനുള്ള കടമാണിത്. സമുദ്രമാർഗം യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഈ തടിക്കഷണത്തിന്റെ ഉള്ളിലാക്കി നിങ്ങൾക്ക് ഞാൻ അയക്കുകയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടും ആ മനുഷ്യന് സമാധാനമില്ല. ഈ കടം അയാളുടെ കരകളിൽ എത്തിയോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് 1000 സ്വർണ്ണ ദീനാർ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി സമുദ്രമാർഗം യാത്ര ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായപ്പോ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് കരയിലെത്തി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. 1000 ദീനാർ കൊടുത്തപ്പോ, എന്തിനായി 1000 ദീനാർ? നിങ്ങൾ ആ തടിക്കഷണത്തിൽ അയച്ചു തന്ന 1000 ദീനാർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു.
അതുകൊണ്ട് ഈ ദീനാറുമായി നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. ആ മനുഷ്യൻ ആ ദീനാറുമായി മടങ്ങിപ്പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തിനു വേണ്ടിയായി ഈ സംഭവം വിശദീകരിച്ചത്? കടം വാങ്ങൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ തീർച്ചയായും വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അവധി എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കേണ്ടുന്ന രൂപ എന്താണ്? നല്ല നിലയിൽ മടക്കി കൊടുക്കണം. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, കാന ലിറജുലിൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിന്നും മിനൽ ഇബിൽ. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഒരു ഒട്ടകം കൊടുത്തു കടമായി. അതിനെ ഉപയോഗിക്കാനും അറുത്ത് കഴിക്കാനും, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് തത്തുല്യമായ ഒട്ടകം കൊടുക്കണം എന്ന വ്യവസ്ഥയിൽ ആ മനുഷ്യൻ സമയമായപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു, തന്റെ കടം വീടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തുലുപോകൂ, ഇദ്ദേഹം നൽകിയ പ്രായത്തിലുള്ള ഒട്ടകത്തിനെ അന്വേഷിച്ച് കൊണ്ടുവരിക. സഹാബിമാർ അന്വേഷിച്ചു പോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇദ്ദേഹം നൽകിയ ഒട്ടകത്തെക്കാൾ 1 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒട്ടകമാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഴുത്തൂഹു, അതിന്റെ വില കൂടുതലാണ് എങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് നൽകുക. ആ മനുഷ്യൻ ആ ഒട്ടകത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദുആയിരക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഖദ് ഔഫൈതനി ഔഫാകല്ലാഹു ബിഹി. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ കടം നിങ്ങളെ എത്ര രൂപയ്ക്ക് കിട്ടുന്ന ഒട്ടകമാണോ അതിനേക്കാൾ കൂടുതൽ വിലമതിക്കുന്ന ഒട്ടകം പകരമായി നൽകിക്കൊണ്ട് വീടിയിരിക്കുകയാണ്. അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങളും പൂർത്തീകരിക്കട്ടെ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഇന്ന ഖിയാറകും അഹ്സനുകും ഖദാഅ. നിങ്ങളിൽ ഏറ്റവും നല്ല ആൾക്കാര് കടം നല്ല നിലയിൽ വീടുന്ന ആൾക്കാരാണ്. വ്യവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ സമ്പത്ത് കടക്കാതെ നിന്ന് കൈപ്പറ്റിൽ പലിശയാണ്. സർവ്വസാധാരണമായി നടക്കുന്ന 1 ലക്ഷം രൂപ നമ്മൾ കടം വാങ്ങി അവധി എത്തുമ്പോൾ നമ്മൾ 50,000 രൂപ കൊടുക്കും. ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും പൊരുത്ത പൊടിക്കണം, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടോം. അല്ലാഹുവിന്റെ പ്രവാചകൻ അതല്ല പഠിപ്പിച്ചത്. 1 ലക്ഷം രൂപ നിന്റെ ആവശ്യത്തിന് നീ കടം വാങ്ങിയെങ്കിൽ കടം വാങ്ങുന്ന സമയത്ത് നിന്റെ തൃപ്തിയോടുകൂടി കുറച്ച് കൂടുതൽ കൊടുക്കണം. കാരണം നിന്റെ ആവശ്യത്തിന്റെ സന്ദർഭത്തിൽ അയാൾ നിനക്ക് സമ്പത്ത് നൽകിയാണ്. കടം വീടേണ്ടുന്നത് ഏറ്റവും നല്ല നിലയിലായിരിക്കണം എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനം. കടത്തിൽ സാവകാശം വരുത്തൽ അങ്ങേയറ്റം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മഖ്ലുൽ ഗനിയ്യി ദുൽമുൻ. സമ്പത്തുണ്ടായിട്ടും കടം വാങ്ങിയിട്ട് കടം കൊടുക്കാതിരിക്കുന്നയാൾ ദുൽമ്, അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്, ലയ്യുൽ വാജിദി യുഹില്ലു ഇർഖഹു വ ഉഖൂഖതഹു. ഒരു മനുഷ്യന് കടം വീടാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടായിരുന്നിട്ടും കരുതിക്കൂട്ടി സമ്പത്തിന്റെ ആ കടമ വീടാതെ പിന്തിക്കുന്നു എങ്കിൽ, കടം കൊടുത്തു വീടാതെ സാവകാശം വരുത്തുന്നു എങ്കിൽ, യുഹില്ലു ഇർഖഹു, അങ്ങനെ സാവകാശം കാണിക്കുന്നവൻ അവന്റെ അഭിമാനത്തിന് പണയം വെക്കുകയാണ് ചെയ്യുന്നത്. അവൻ അവന്റെ ജീവിതത്തിൽ ശിക്ഷകൾ വരിച്ചു കൊണ്ടുവരികയാണ്. സുഫിയാൻ തൗരി പറയുന്നുണ്ട്, ഇവിടെ അഭിമാനത്തിനെ ക്ഷതം വരുത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, അങ്ങനെ സാമ്പത്തികമായി കൊടുക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും സമ്പത്ത് കൊടുക്കാതിരിക്കുന്നയാൾ, അയാളോട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ കടം വാങ്ങിയ ആൾക്ക് പറയാം, മത്തൽത്തനിയും, നീ എന്റെ കടത്തിന് സാവകാശം വരുത്തി വരാം. ഒരിക്കലും അത് അയാളെ ആക്ഷേപിക്കലല്ല. വിശുദ്ധ ഇസ്ലാം അഭിമാനത്തിനെ മാനിക്കുന്നുണ്ട്. എന്നാൽ കടം വാങ്ങിയിട്ട് കൊടുത്തുവിടാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നിട്ടും ആ അവധിയിൽ കൊടുത്തുവിടുന്നില്ല എങ്കിൽ അയാളുടെ അഭിമാനത്തിനെ പിച്ച് ചീന്തൽ വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നു. കാരണം അങ്ങനെ പൈസ കൊടുക്കും മനുഷ്യൻ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഹബസു, അയാളെ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടാം, പോലീസ് കേസ് കൊടുത്തിട്ട് തടവറയിലാക്കാം. ഇതും ഹലാലാണ്. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ബാധ്യതയല്ല, സാമ്പത്തിക ബാധ്യതയാണ്. അത് തീർച്ചയായും കൊടുത്തു വീടപ്പെടണം. അല്ല എങ്കിൽ അയാളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, മുഫല്ലസ്. അയാളെ തഫ്ലീസ് ചെയ്യപ്പെടണമെന്നാണ്. ഇത് നബിയുടെ കാലം മുതലേ നടന്നിരുന്ന കാര്യം. ബുഖാരി ശരീഫിൽ അധ്യായം തന്നെയുണ്ട്, ബാബുൽ മുഫല്ലസ്, ബാബു തഫ്ലീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് പൈസ ഇങ്ങനെ കടമായി വാങ്ങും, തിരിച്ചു കൊടുക്കുക. കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങും, കൃത്യമായി ലാഭം കൊടുക്കുക. ഇസ്ലാമിക ഭരണകൂടമാണ് എങ്കിൽ ഓരോ പ്രദേശങ്ങളിലും കാവിമാരുണ്ടാകും. ആ കാവി അങ്ങനെയുള്ള മനുഷ്യനെ തഫ്ലീസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുമായി ഒരു ഇടപാടും പാടില്ല എന്ന് പ്രഖ്യാപിക്കും. ജനങ്ങളുടെ ഇടയിൽ അത് പരസ്യം ചെയ്യുകയും ചെയ്യും. ഇന്ന മനുഷ്യൻ ധാരാളം പേരിൽ നിന്ന് കടം വാങ്ങിയാളാണ്, അയാൾ കടം തിരിച്ചു കൊടുത്തിട്ടില്ല, അയാളെ തഫ്ലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അയാളുമായി കച്ചവടം പാടില്ല, അയാളുമായി ക്രയവിക്രയം പാടില്ല. ഇത് പ്രഖ്യാപിക്കാം. ഇത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നമ്മുടെ എന്തെങ്കിലും സമ്പത്തുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കോളും. ഇതാ ഇസ്ലാമിന്റെ നയം. നമ്മളൊരു കാറ് കൊടുത്തു, അങ്ങനെയുള്ള മനുഷ്യന് അയാള് 1 ലക്ഷം രൂപയെ നൽകിയിട്ടുള്ളൂ, 5 ലക്ഷം രൂപയുടെ കാറാണ്, 4 ലക്ഷം രൂപയും കൂടി തരാനുണ്ട്. അയാളുടെ വീട്ടിൽ പോയി അങ്ങനെ തന്നെ കാർ എടുത്തുകൊണ്ട് വന്നു. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, അങ്ങനെയുള്ള തഫ്ലീസ് ചെയ്യപ്പെട്ടയാളുടെ സമ്പത്തിന്റെ അർഹൻ ആ കടം വാങ്ങിയ തഫ്ലീസ് ചെയ്യപ്പെട്ടയാളല്ല, നേരെ മറിച്ച് സമ്പത്ത് കൊടുത്തയാളാണ്. അയാൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് എങ്കിൽ ആ സാധനത്തിന് ഈടാക്കും. ഇന്ന് പല ആൾക്കാർ സമ്പത്തിൽ ഇങ്ങനെ വാങ്ങും, കടമായി വാങ്ങുന്നവരുണ്ട്, ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങും, ലക്ഷങ്ങൾ കോടികൾ വാങ്ങും. മനുഷ്യനാണ് എങ്കിൽ വീട് വെക്കാൻ വേണ്ടി വെച്ചിരുന്ന സമ്പത്ത്, മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കി കൂട്ടി വെച്ചിരുന്ന സമ്പത്ത് എല്ലാം കൂടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഹുക്കൂമത്താണ് എങ്കിൽ അങ്ങനെയുള്ളവരെ തഫ്ലീസ് ചെയ്യപ്പെടും. പിന്നീട് ആ തഫ്ലീസ് മാറുന്നത് വരെ അയാൾ കച്ചവടം ചെയ്യാൻ പറ്റില്ല, ആരുമായും സാമ്പത്തിക ഇടപാട് നടത്താൻ പറ്റും. ഇത്രയും വളരെ കൃത്യമായ ബൃഹത്തായ ഒരു പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് കടം എങ്ങനെയാ കൊടുക്കേണ്ടുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്. കടം എങ്ങനെയായിരിക്കണം വാങ്ങേണ്ടുന്നത് അതിന് ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്. അതിനെ എങ്ങനെയാ മടക്കി കൊടുക്കേണ്ടത് അതിന് ഇസ്ലാമിന് വ്യക്തമായ നിർദ്ദേശമുണ്ട്. കടം മടക്കി കിട്ടാനുള്ള ആൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യനുണ്ട്. ബുഖാരി ശരീഫിന്റെ റിവായത്താണ്, അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. യതഖാലാഹു, നബി തങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കടം തേടിക്കൊണ്ട്, ഫാദലത അലൈഹി, നബി തങ്ങളോട് പരുഷമായി അദ്ദേഹം സംസാരിച്ചു. വഹമ്മ അലൈഹി അസ്ഹാബുഹു, നബി തങ്ങളുടെ അടുക്കൽ ഇരുന്ന സഹാബിമാർക്ക് വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകനോട് അപമര്യാദയോടുകൂടി സംസാരിച്ചയാളെ കൈകാര്യം ചെയ്യാൻ അവർ ഒരുപെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ലിസാഹിബിൽ ഹഖ്ഖി മഖാലൻ, നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുപെടുകയാണോ? തീർച്ചയായും അയാൾ എന്നിൽ നിന്ന് ബാധ്യത കിട്ടേണ്ടുന്നയാളാണ്. അയാൾക്ക് ഈ നിലയിൽ സംസാരിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അയാളുടെ അവകാശം കുറിച്ച് ശക്തിയായി ചോദിക്കുന്നതിന്റെ പേരിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് കടം വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി ആ കടം കൊടുത്തു വിടണം. അത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം കൊടുക്കൽ അനുവദിച്ചിട്ടുണ്ട്. വാങ്ങുന്ന ആൾക്കാരത് കൃത്യമായി കൊടുത്തു വീടണം. അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.